സിംഗം 3 മാർച്ച് 23 ഞായറാഴ്ച വൈകുന്നേരം 6:45. എന്തായാലും ഞാൻ ബാംഗ്ലൂർക്ക് പോകേണ്ടി വരുമല്ലേ? അതിൽ സംശയമൊന്നും വേണ്ട. ആദർശ് നേരിട്ട് അവിടെ ചെന്ന് പ്രശ്നക്കാരായിട്ടുള്ളവരെ കണ്ടുപിടിച്ച് ഫയർ ചെയ്യണം. നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിവുള്ളവരെ മാത്രമേ ആ ലെവലിൽ നിർത്താവൂ. ഇപ്പൊ അവരെ വെറുതെ വിട്ടാലേ ഭാവിയിൽ അത് പ്രശ്നമാവും. ആരെങ്കിലുമൊക്കെ ശിക്ഷിച്ചാൽ അത് മറ്റുള്ളവർക്ക് പാഠമാകും. ബാക്കിയുള്ളവരുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടാവും. അത് ശരിയാണ്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ പിരിച്ചുവിടുന്നത് കമ്പനിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് ഏത് വഴിയാണെന്ന് കണ്ടുപിടിക്കണം. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും വേണം. കുറച്ചു പേർക്ക് വാണിംഗും കൊടുക്കാം. അതൊക്കെ ആദർശ് ഉചിതം പോലെ ചെയ്തോളൂ. പക്ഷെ താമസിക്കരുത്. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ശരി, അങ്ങനെ ചെയ്യാം. ഓക്കെ. ഞാൻ ദേവാ ബിൽഡേഴ്സിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വന്നതിൽ അവിടുത്തെ പുതിയ MD-ക്ക് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അതുണ്ടാവും. അവിടെ അഭി പുതിയ ലീഗൽ അഡ്വൈസറെ അപ്പോയിന്റ് ചെയ്തെന്നാണ് കേട്ടത്. ആരെ അപ്പോയിന്റ് ചെയ്തത്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആരോ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാ. ഞാനതിനെക്കുറിച്ച് ചോദിച്ചില്ല. ആരായാലും നമ്മളറിയുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. നോക്കാം. എനിക്ക് അവിടെ തുടർന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത്. അതെന്താ അങ്ങനെ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ പരസ്പരം അത് പെട്ടെന്ന് മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്. പക്ഷേ ദേവാ ബിൽഡേഴ്സിൽ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ അവിടെ നിന്ന് വിട്ടത്. ഇവിടെ ഹാപ്പി അല്ലേ? അതെ. ബാംഗ്ലൂർ ഞാൻ കേസ് ഫയൽ ചെയ്താൽ അവിടുത്തെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുക? അവിടുത്തെ ഒരു ലോക്കൽ അഡ്വക്കേറ്റിനെ വെച്ച് ഞാൻ സൂപ്പർവൈസ് ചെയ്തോളാം. അതോർത്ത് ടെൻഷൻ ആവണ്ട. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ പോകേണ്ട കാര്യങ്ങൾ ചെയ്യണം. ശരി. നീ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. എന്തായി കാര്യങ്ങള്? ഒന്നും ആയില്ല മുത്തശ്ശ. അങ്ങനെ പറഞ്ഞ അങ്ങനാടാ. എന്റെ കൊച്ചുമോന്റെ കല്യാണം കൂടാൻ റെഡി ആയിരിക്കുവാ ഞാൻ. അപ്പോഴാണോ നീ ഇങ്ങനെ ഊരും ചുണയില്ല നടക്കുന്നത്? കാര്യങ്ങൾ മണി പോലെ നടത്തണം. നീ ഇങ്ങനെ ഉത്സാഹമില്ലാതെ നടക്കാതെ അവളെ വിളിച്ചിറങ്ങി കൊണ്ട് വാടാ. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് കെട്ട് നടത്താം. അത് കഴിഞ്ഞ് ആരാ ചോദിക്കാൻ വരുന്നതെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെ എടുത്തു ചാടിയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും അതിനൊന്നും വിദ്യ സമ്മതിക്കേയില്ല. അത് ശരി. പിന്നെന്താ നിങ്ങളുടെ പ്ലാൻ? കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പഴയ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഒരു ചിന്തയും വേണ്ട. അതുകൊണ്ടാ ഇനി കല്യാണം എത്രയും പെട്ടെന്ന് നടത്താമെന്ന് ഞാൻ പറഞ്ഞത്. അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? എനിക്ക് വിദ്യ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതെന്താ? ഫോണ് ധന്യാന്റി വാങ്ങി വെച്ചിരിക്കുക. ഞാൻ വിളിക്കുമ്പോൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിനക്കിപ്പോ വിദ്യമോളോട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. നീ ഇതില് വിദ്യമോളെ നമ്പർ ഡയൽ ചെയ്ത് ഇതാ, ഞാൻ സംസാരിക്കാം. ഞാനിപ്പോ ശരിയാക്കി തരാം. ഹലോ ഹലോ വിദ്യാമ്മേ, ഞാൻ നട്ടുവൻ ഷൺമുഖം പേசுறது. புரிஞ்சுதா? ആരാ മനസ്സിലായില്ല. ഹലോ, വിദ്യാമ്മോള് തന്നെ പേசுறது. ഞാൻ താൻ നട്ടുവൻ ഷൺമുഖം. ഡാൻസുടെ വിഷയം ചൊല്ലിയിരുന്നില്ലയാ? ഞാൻ വിദ്യയുടെ അമ്മയാ. ഞാൻ വിദ്യക്ക് ഫോൺ കൊടുക്കാം. ശരി, കൊടുക്കോ. വിദ്യ, നട്ടും വിളിക്കുന്നു.
ഹലോ ആ, ഹലോ മോളെ. ഹലോ മോളെ, ഞാൻ മുത്തച്ഛനാ. അമ്മ അടുത്തുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ചാ മതി. ആ മനസ്സിലായി. ആ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബുക്കൊന്ന് എടുത്തോട്ടെ. അതെ വിദ്യ, സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ എന്റെ കൈക്കൊട്ട് തന്നേക്കണേ. ശരി അമ്മ. ആ മോളെ, ഹലോ. ഹലോ മുത്തച്ഛ, പറഞ്ഞോ. ആ, സൂര്യ എന്റെ അടുത്തുണ്ട്. ഞാൻ അവന് ഫോൺ കൊടുക്കാം. ശരി മുത്തച്ഛ. ആ, സംസാരിക്ക. ഹലോ. ഹലോ. അവിടെ ഒരു രക്ഷയില്ലല്ലേ? ഇല്ല, അമ്മ ഒരു തരത്തിലും അടുക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ചൊന്ന് റിയാക്ട് ചെയ്തിരിക്കുക. കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ, എന്താവുന്ന് നോക്കാം. ശരി. ഞാൻ മീരയും ആദർശേട്ടനെയും കണ്ടിരുന്നു. ആണോ? എന്തു പറഞ്ഞു? ആദർശേട്ടൻ നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മീര പറയുന്നത് ഇതൊന്നും ശരിയാവില്ലെന്ന്. ഇപ്പോഴത്തെ അവസ്ഥയില് മീരയ്ക്ക് അതേ പറയാൻ പറ്റൂ. സാരമില്ല, അത് കാര്യാക്കണ്ട. ആരും ഇപ്പോ ഒന്നും അറിയാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം ആകെ ഒരു അസ്വസ്ഥതയാണ്. ഇനിയിപ്പോ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും എല്ലാവരും അറിയേണ്ടതല്ലേ. അത് എത്രയും പെട്ടെന്നായത് നന്നായെന്ന് കരുതിയാൽ മതി. കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. അതുവരെ നമുക്കൊന്ന് ക്ഷമിക്കുന്നതാ നല്ലത്. ശരി, എന്നാ അങ്ങനെ ചെയ്യാം. മുത്തച്ഛനോട് എന്റെ വക ഒരു താങ്ക്സ് പറയണേ. പറഞ്ഞേക്കാം. ശരി, എന്നാ ഞാൻ കട്ട് ചെയ്തോട്ടെ. ഫോൺ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണം. ആ ശരി. എപ്പോഴെങ്കിലും ഫോൺ കൈ കിട്ടിയാ എന്നെ വിളിച്ചാൽ മതി. വിളിച്ചോളാം. ബൈ. ഇപ്പൊ നിന്റെ ടെൻഷൻ മാറിയോ? ഇത്രേ ഉള്ളൂ കാര്യങ്ങള്. നമ്മൾ വലിയ പ്രശ്നമാണെന്ന് കരുതുന്നതൊക്കെ ബുദ്ധിപൂർവം ചിന്തിച്ച ഇങ്ങനെ അങ്ങ് പരിഹരിക്ക. പുരിഞ്ചത്. ഞാൻ ബാംഗ്ലൂർക്ക് പോകാതെ ഇവിടെ ഇരുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നോക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്നാ വക്കീല് പറയുന്നത്. ഇവിടെ ഓഫീസ് തുടങ്ങിയ സമയത്ത് തന്നെ ആദർശമായിട്ട് മാറി നിന്ന എങ്ങനെയാ? അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല മീര. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തൽക്കാലം താൻ മാനേജ് ചെയ്യേ. പിന്നെ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ സൂരജൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം കേരളത്തിന് പുറത്താണ് നടക്കുന്നത്. കമ്പനിയുടെ പെരുമാറ്റമൊക്കെ ജോലിക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നേരിട്ട് ചെല്ലാതെ അന്വേഷിക്കാതിരുന്നാൽ അവിടെയുള്ളവര് സ്വന്തം കീശ വീർപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. മനസ്സിലായി. എങ്കിൽ ആദർശേട്ടൻ പോയിട്ട് വാ. ഞാൻ പോകുന്നത് തനിക്കത്ര താല്പര്യമുള്ള കാര്യമല്ലെന്നറിയാം. എന്നാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ തനിക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ പൊക്കോളൂ. ആദർശേട്ടൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ പോയാ അഭിചേച്ചി അമ്മയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം മാറി നിന്നതാണെന്നേ കരുതൂ. വെറുതെ അതൊരു സംസാരാവും. മീര കൂടുതലും ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്. അവർക്ക് വിഷമാവോ, അവരെന്ത് കരുതും, അതൊക്കെയാ തൻ്റെ ചിന്ത. ഇനി എന്നു മുതലാ താൻ തന്നെക്കുറിച്ചും തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുക? എടോ, തനിക്ക് വേണ്ടി ജീവിക്കാൻ താൻ മാത്രമേ ഉള്ളൂ. അത് തനിക്ക് മാത്രമേ സാധിക്കൂ. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാ. എങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നും ചിന്തിക്കണം. അതൊരു സാമാന്യ മര്യാദയാ. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായവും പ്രീതിയും കിട്ടാനായിട്ട് ജീവിതം വെറുതെ കളയരുത്. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും ഇല്ല ആദർശേട്ടൻ. കമ്പനിയുടെ കാര്യങ്ങളിൽ ആദർശേട്ടനെ സഹായിക്കുക, ഭഗവാന്റെ ചിന്തകളിലും മനസ്സുറപ്പിക്കുക, ക്ഷേത്രത്തിൽ പോവുക, ജപം മുടക്കാതിരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊന്നും എന്നെ അങ്ങനെ ബാധിക്കാറില്ല. പിന്നെ ഞാൻ ആരോടും അധികം പ്രതികരിക്കാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നതെന്ന് ആദർശേട്ടന് തോന്നുന്നത്. ശരി,
വെറുതെ ഇനി നമ്മൾ വീണ്ടും അതേ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ആദർശേട്ടൻ പോയിട്ട് എപ്പോഴാ തിരിച്ചു വരുന്നത്? ഞാൻ അവിടെ ചെന്ന സിറ്റുവേഷൻ ഒക്കെ ഒന്ന് നോക്കട്ടെ. പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചാൽ ഉടനെ തന്നെ തിരിച്ചു വരാം. വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് തന്നെ പോകണം. ബാഗ് ഞാൻ പാക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ വിദ്യയുടെ സൂരജിന്റെ കാര്യം എന്തായി? വീട്ടിലെ പ്രശ്നങ്ങൾ മാറുന്ന അവസ്ഥയുണ്ടോ? ഒരു സാധ്യതയില്ല. അമ്മായും ബീനാമ്മയും അടുക്കുന്ന ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ അവരുടെ വിവാഹം നടത്തി കൊടുത്തേനെ. അങ്ങനെയൊക്കെ ചെയ്താൽ പ്രശ്നങ്ങൾ രൂക്ഷമാവത്തേ ഉള്ളൂ. ഹരിയങ്ങളും മനോജങ്ങളും എന്ത് പറയുന്നു? അവർക്ക് കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് കാണാനുള്ള കഴിവുള്ളതല്ലേ? അവർക്ക് ബീനാന്റെയും ധന്യാന്റെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അവരെ തിരുത്താൻ ഭഗവാൻ തന്നെ തീരുമാനിക്കണം. അവരുടെ ഈഗോ കാരണം സ്വന്തം മക്കളുടെ ജീവിതമാണ് ദുരന്തത്തിലാവുന്നത്. അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. കമ്പനിയുടെ കാര്യത്തിൽ ഇത്രയും ടെൻഷനും പ്രശ്നങ്ങളും നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിതിൽ ഇറങ്ങാത്തതും ആരോടും സംസാരിക്കാത്തതും. അല്ലെങ്കിൽ സൂരജനും വിദ്യയ്ക്കും വേണ്ടി ഞാൻ എല്ലാവരോടും സംസാരിച്ചേനെ. വേണ്ട ആദർശേട്ടാ, ഇപ്പൊ ഇക്കാര്യത്തില് നമ്മൾ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെ നമ്മൾ ഇടപെടേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്കപ്പോ വേണ്ടത് ചെയ്യാം. പ്രണയമാണ് മീര. ചിന്തകൾ ഏത് വഴിക്ക് പോകുന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. പ്രണയിക്കുന്നവരുടെ മുന്നിൽ അവരൊന്നിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടാവൂ. അതിനുവേണ്ടി അവരാൽ കഴിയുന്ന എല്ലാം അവർ ചെയ്യും. ബലമായിട്ട് അവരെ അകറ്റാൻ ശ്രമിച്ചാൽ അവരേത് രീതിയിൽ പ്രതികരിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാര്യങ്ങൾ കൈവിട്ട് പോയ ശേഷം അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യണം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, താൻ ആലോചിക്കേ. എന്തായാലും അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർക്ക് ഞാൻ സംസാരിച്ചോളാം. ഞാനിന്ന് ആദർശന് കൊണ്ടുപോകാനുള്ള ബാഗ് പാക്ക് ചെയ്യട്ടെ. ശരി. മോനെ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളല്ലേ? ആ അതെ. എന്നാലും വിദ്യയുടെ അവസ്ഥ ഓർക്കുമ്പോൾ മനസ്സിനാണെങ്കിൽ ഒരു സമാധാനവുമില്ല. ഇന്നലെ ഒരു ഭാഗ്യം കൊണ്ടാണ് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റിയത്. ഇനി അങ്ങനെ സാധിക്കുമെന്ന് പറയാൻ പറ്റുമോ? നീ പിന്നെ വിദ്യമോളെ വിളിച്ചായിരുന്നോ? ഇല്ല മുത്തശ്ശ, ഞാൻ വിളിക്കുന്നെന്ന് ധന്യാന്റി അറിഞ്ഞാലേ വിദ്യ ഉപദ്രവിക്കും. ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ശരിയാ, തൽക്കാലത്തേക്ക് സാഹസത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ ചൂടൊന്നാറുമ്പോ എല്ലാവരുടെയും ദേഷ്യം തണുക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. വിദ്യയ്ക്ക് എന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതിനൊരു അവസരം ഉണ്ടാക്കണം. ബീനയും തന്നെയും തമ്മിൽ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് കൊണ്ടാ ഇത്രയും പ്രശ്നങ്ങള്. അല്ലെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെ നിങ്ങളുടെ വിവാഹം നടത്തി തന്നേനെ. അതെ, പക്ഷേ അമ്മയും ധന്യാന്റിയും ഒന്നിപ്പിക്കുക എന്നത് ഒരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. വിദ്യയ്ക്ക് മനോജങ്കളുടെ കാര്യം ഓർത്ത വിഷമം. കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ അങ്കിള് അവക്കൊപ്പം നിൽക്കുമെന്ന് വിദ്യ പ്രതീക്ഷിച്ചിരുന്നു. മനോജിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായതില് കുറ്റം പറയാൻ പറ്റില്ല മോനെ. ഏതൊരച്ഛനും മക്കൾക്ക് ഏറ്റവും മികച്ചത് വേണമെന്നാവും ആഗ്രഹിക്കുന്നത്. നിന്റെ പഴയ കാര്യങ്ങളെല്ലാം അവർക്കറിയാവുന്നതല്ലേ? അതത്രയ്ക്ക് നല്ലതായിരുന്നില്ലല്ലോ. അതാണ് മനോജിനെ ഈ ബന്ധം എതിർക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ആരോടും എനിക്ക് പരിഭവമോ പരാതിയോ ഇല്ല. എല്ലാം എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് മാത്രം ഉണ്ടായ കുഴപ്പങ്ങളാണ്. പക്ഷേ എൻ്റെ ഓരോ കാര്യങ്ങൾ കാരണം വിദ്യയ്ക്കിപ്പോൾ ദുഃഖിക്കേണ്ടി വരുന്നല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ. രണ്ട് വീട്ടിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ
രണ്ടാളും അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ബാക്കിയെല്ലാം സാവകാശം റെഡി ആയിക്കോളും. മുത്തശ്ശൻ അറിയാലോ, ഞാനും വിദ്യയും പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളില്ലാതെ എനിക്കും ഞാനില്ലാതെ അവൾക്കും ജീവിക്കാൻ സാധിക്കില്ല. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ രണ്ടാളും കുറച്ചുകൂടി ക്ഷമിക്കുക. കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങളെ ഒന്നാകാൻ എല്ലാവരും സമ്മതിക്കും. എനിക്ക് തോന്നുന്നത് ഹരിക്ക് നിങ്ങളുടെ വിവാഹത്തോട് എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാ. ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പൊ എല്ലാവരും ഈ ബന്ധത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കണം. വിദ്യമോൾക്കും ധൈര്യം കൊടുക്കണം. ഒരുപക്ഷെ ഇനി നിങ്ങൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിച്ചു എന്ന് വരില്ല. മനസ്സിലെ സ്നേഹം സത്യവും ആത്മാർത്ഥവും ഉള്ളതാണെങ്കിൽ ആ സ്നേഹം നിലനിൽക്കാൻ നേരിൽ കാണണമെന്നോ സംസാരിക്കണമെന്നോ ഒന്നുമില്ല. അത് ശരിയായിരിക്കാം. പക്ഷേ വിദ്യയുടെ ആ വീട്ടിലെ അവസ്ഥ വലിയ സങ്കടമാണ്. അവൾക്കാരെയും ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എല്ലാവരുടെയും മുന്നിൽ അവളിപ്പോൾ തെറ്റുകാരിയാണല്ലോ. ആ സങ്കടം അവളുടെ ഉള്ളിലുണ്ട്. അതെനിക്കറിയാം. മോനെ, ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും കുറച്ച് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. എല്ലാം അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചവരല്ലേ നിങ്ങള്. അപ്പൊ പിന്നെ പരാതി പറഞ്ഞതുകൊണ്ടോ പഴിച്ചിട്ടോ കാര്യമൊന്നുമില്ല. ക്ഷമയോടെ കാത്തിരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. വിദ്യയ്ക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അവളെ എനിക്ക് നഷ്ടമാവാതിരുന്നാൽ മാത്രം മതി. എല്ലാവരും കൂടി വിദ്യയെ എന്നിൽ നിന്ന് അകറ്റുമെന്ന പേടി എനിക്കുണ്ട് മുത്തശ്ശ. നിനക്ക് വിദ്യമോളെ വിശ്വാസമില്ലേ? ഈ ലോകത്ത് ഞാൻ എന്നേക്കാൾ വിശ്വസിക്കുന്നത് അവളെയാണ്. പിന്നെന്തിനാ സൂരജ ഇങ്ങനൊരു പേടി? വർഷങ്ങളായി നിന്നെ സ്നേഹിച്ച് നിന്റെ സ്നേഹം പ്രതീക്ഷിച്ച് കാത്തിരുന്നത് ആ കുട്ടി. നിന്റെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയാതെയല്ലേ അവൾ നിന്നെ സ്നേഹിച്ചത്. ആ സ്നേഹത്തെ നീ വിശ്വസിക്കണം. വിദ്യമോള് നിനക്കുള്ളതാ. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. പിന്നെ ഈ തടസ്സങ്ങള്, അത് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അങ്ങനെ വിശ്വസിക്ക്. വിവാഹത്തോടെ തീർന്നു പോകേണ്ടതല്ല മോനെ പരസ്പരമുള്ള സ്നേഹവും പ്രണയവും. നീ നിന്റെ സ്നേഹം കാണിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. നിങ്ങളെ തമ്മിൽ ചേരാൻ എതിർത്ത് നിന്നവർക്ക് അത് ഓർത്ത് കുറ്റബോധം തോന്നുന്ന രീതിയിൽ വേണം നിങ്ങൾ രണ്ടാളും ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ. അറിയാം മുത്തശ്ശ, ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് വിദ്യ. ആ ബോധം എനിക്ക് എന്നും ഉണ്ടാവും. അത് മതി മോനെ. ബാക്കിയെല്ലാം ശരിയായിക്കോളും. ശാരദാമ്മേ, ആ വീരമോളെ, മോളെ കാണണമെന്ന് അമ്മ ഇന്ന് കരുതിയതേ ഉള്ളൂ. അതല്ലേ ഞാൻ വന്നത്. അമ്മയുടെ മനസ്സ് എനിക്ക് അറിയാന്ന് കൂട്ടിക്കോ. മനസ്സിൽ നന്മയുള്ളവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റൂ. അത് പിന്നെ മീരയുടെ ചങ്ങാതി ഞാനല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വരൂ. അത് മൂന്നേട്ടൻ പറഞ്ഞത് ശരിയാ. എനിക്കിപ്പോ സുഹൃത്തെന്ന് പറയാൻ മൂന്നേട്ടൻ മാത്രമേ ഉള്ളൂ. എന്തു പറ്റി? എന്താ മോളുടെ മുഖത്തൊരു വിഷമം പോലെ? അത് ആദർശിനെ പിരിഞ്ഞിരിക്കുന്ന സങ്കടാണമ്മേ. അതിന് ആദർശ് ഇവിടെ ഇല്ലേ? ഇല്ല, ആദർശേട്ടൻ ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാ. അതിനെന്തിനാ മോള് വിഷമിക്കുന്നത്? നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ ആദർശ് പോയിരിക്കുന്നത്. എന്തിനു വേണ്ടിയായാലും വിരഹം വിരഹം തന്നെയല്ലേ അമ്മേ? അങ്ങനെയല്ല, കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് എന്ന പോലെ പ്രശ്നങ്ങളാ. എല്ലാത്തിനും കഷ്ടപ്പെടുന്നതും അലയുന്നതും ആദർശേട്ടൻ തനിച്ച. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ പോലും കഴിയുന്നില്ല. അതിനാണോ മോള് വിഷമിക്കുന്നത്? മോളുടെ പ്രാർത്ഥനയില്ലേ ആദർശിനൊപ്പം? അത് മാത്രം മതി ആദർശിന് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ. എന്നാലും അമ്മേ, ഞാനോ ആദർശേട്ടനോ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ആർക്കും ദോഷം വരരുതെന്ന് ആഗ്രഹിക്കുന്ന പോലും.
എന്നിട്ടും എന്തിനാ ഞങ്ങളുടെ ഈ പരീക്ഷണം? അതെ, ഭഗവാൻ ഇഷ്ടമുള്ളവരെയാണ് മീര അദ്ദേഹം കൂടുതൽ പരീക്ഷിക്കുക. വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടാൽ മാത്രമേ നമുക്ക് ഏറ്റവും മികച്ച വിജയം ലഭിക്കൂ. ഒരു ചിരട്ടയ്ക്കുള്ളിൽ സുരക്ഷിതമായിരിക്കുന്ന നാളികേരം പുറത്തെടുത്ത് ഉണക്കി അരച്ചാൽ മാത്രമേ നല്ല എണ്ണ കിട്ടൂ. അതുപോലെ തന്നെയാ മനുഷ്യന്റെ കാര്യവും. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സുരക്ഷിതമായൊരു കൂട്ടിൽ നമ്മൾ ഇരുന്നാലേ അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ. അതിൽ നിന്ന് മുന്നേറണമെന്നോ വിജയിക്കണമെന്നോ ഉള്ള ചിന്ത നമുക്കുണ്ടാവില്ല. അത് ശരിയാ മോളെ. പറഞ്ഞു കേട്ടിടത്തോളം ആദർശം വെടിക്കനാ. എല്ലാ കഴിവുകളും ഉള്ള നല്ല ഒരാള്. നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ ആദർശന് നിസ്സാരമായിട്ട് കഴിയും. ആദർശേട്ടന്റെ കഴിവിൽ എനിക്കും വിശ്വാസമുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെടാനുള്ള മനസ്സും അദ്ദേഹത്തിനുണ്ട്. അത് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തൊക്കെയോ തടസ്സങ്ങളാ. മോള് പ്രാർത്ഥിക്ക്. മോളുടെ പ്രാർത്ഥനയിൽ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോവും. മനുഷ്യന് സാധിക്കാത്തത് ഈശ്വരന് സാധിക്കും.